പ്രിയപ്പെട്ട കുട്ടനാട് നിവാസികളെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചില അപ്രിയ സത്യങ്ങൾ പറയുണ്ടായി. ഒന്നാമത്തെ കാര്യം, കുട്ടനാട് നശിപ്പിച്ച കേരള കോൺഗ്രസ് എന്ന ജോസഫ് വിഭാഗ് നേതാവ് PJ ജോസഫിൻ്റെ പാർട്ടിയിൽപ്പെട്ട വൈസ് ചെയർമാൻ കായംകുളം സ്വദേശി റംദ ഹോട്ടലിൻ്റെ ഉടമ 5 കോടി രൂപ കൊടുത്താണ് ഈ കുട്ടനാട് സീറ്റ് 2026 UDF സീറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ തെളിവ് പ്രമുഖ മാധ്യമപ്രവർത്തനായ രാജൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. മോൻസ് ജോസഫ് മുഖാന്തരമാണ് ഈ റെജി ചെറിയാൻ്റെ പക്കൽ നിന്നും 5 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം റെജി ചെറിയാനും ഈ PJ ജോസഫും ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിലിനെ സന്ദർശിച്ച കാര്യവും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി, തെളിവ് സഹിതം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് കുട്ടനാട് എങ്ങനെ നശിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാശ് മതി എന്ന ഒറ്റ നിലപാടാണ് ഇന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടനാടിൻ്റെ ദുരിതം അനുഭവിച്ച് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന കഴിഞ്ഞ 21 വർഷമായിട്ട് പൊതുരംഗത്തുള്ള എനിക്കിത് കണ്ട് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. എനിക്കെൻ്റെ നാടാണ് വലുത്. ഈ മതവിശ്വാസം പറഞ്ഞ്, മതത്തിൻ്റെ അടിമത്വം പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഈ ചങ്ങനാശ്ശേരി ബിഷപ്പാണെങ്കിലും വൈദികരാണെങ്കിലും എനിക്ക് അത് നട്ടലോടെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഞാൻ പറയുന്ന നാട് കുട്ടനാടാണ്. എനിക്ക് കുട്ടനാട്ടിൽ ജീവിക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് സത്യം തുറന്ന് പറയാനുണ്ട്. എന്തുകൊണ്ട് ഞാൻ ബിഷപ്പ് മാർ തോമസ് തറയിൽ ബിഷപ്പായ കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം പറഞ്ഞതാണ്, പുളുങ്കുന്നിൽ ക്യാൻസർ വ്യാപനമാണ്, പുളുങ്കുന്നേ, കാവാലം, നീലമ്പേരൂര്, കൈനേരി ഈ 4 പഞ്ചായത്തിൽ വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് തുടക്കം നിലയിൽ ചങ്ങനാശ്ശേരി ബിഷപ്പ് പറഞ്ഞാൽ പുളുങ്കുന്നില്ല സ്പോൺസർമാരെ കണ്ടെത്തിൽ ഈ 25 ടാങ്കുണ്ട്. മങ്കമ്പ, ചെതിർത്തുകാരി, വേണാട്ടുകാട്, വണ്ടോപ്പള്ളി, കണ്ണാടി ഉൾപ്പെടെ എല്ലായിടത്തും 25 ഈ ടാങ്കിലെല്ലാം വെള്ളം നിറയ്ക്കാം എന്ന് പറഞ്ഞ് സ്പോൺസറെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് ഇറങ്ങിയോ? ബിഷപ്പിന് ലെറ്റർ കൊടുത്ത് എൻ്റെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ പുളുങ്കുന്ന് പള്ളി, ഫൊറോനാപ്പള്ളി വികാരി അറിയിച്ചു. ഇവരൊന്നും അനങ്ങിയില്ല. ഇവർക്കൊന്നും ഈ കുട്ടനാട് നന്നായി പോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഇവർക്കൊക്കെ കാശ് മതി. ഈ ക്രിമിനൽ കുട്ടനാട് MLA തോമസ്, നിലവിലുള്ള MLA തോമസിനെ വധിക്കാൻ ശ്രമിച്ച 1ാം പ്രതിയായ കുട്ടനാട് യാതൊരു ബന്ധമില്ലാത്ത റെജി ചെറിയാനുമായിട്ട് ചേർന്ന് സമരം, കഴിഞ്ഞ ദിവസം നടന്ന തട്ടിപ്പ് സമരം നടത്താൻ വേണ്ടിയാണ് ഇവർക്ക് താല്പര്യം. ഇതിനെതിരെയാണ് ഞാൻ സമരം പ്രഖ്യാപിച്ചത്. എൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുട്ടനാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ കുട്ടനാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടനാട്ടുകാരൻ്റെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ സ്ഥാനാർത്ഥിയാകാൻ വേറെ അന്വേഷിച്ചു പോകേണ്ടില്ല, ഞാൻ റെഡിയാണ്. എൻ്റെ അമ്മായിയുടെ മോൻ ആദ്യകാല കോൺഗ്രസ് നേതാവും KSUവിൻ്റെ വൈസ് പ്രസിഡൻറ്റും AK ആന്റണി, ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, MMS, G കാർത്തികേയനെ എന്നിവരുടെ സഹപ്രവർത്തനായ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ PT സക്രിയാസ്, ഈ പ്രമുഖ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ AK ആന്റണി ഉൾപ്പെടെ എല്ലാ പ്രമുഖ നേതാക്കൾക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കുട്ടനാടിന് അനുയോജ്യമായ സ്ഥാനാർത്ഥി ഈ കുര്യഞ്ചമാലൂർ പാച്ചാറുമില്ലെന്ന ഞാൻ തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടനാട് സീറ്റിലും അതേ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് 1ാം ഘട്ടം ജില്ലാ പഞ്ചായത്തിലേക്കും പുളുങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അങ്ങനെ മത്സരിക്കാൻ പറ്റും. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കണം. അതിനുശേഷം നിയമസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് 3 മാസം മുമ്പെയാണ്. ആ ലെറ്ററിൻ്റെ കോപ്പിയിലും പബ്ലിഷ് ചെയ്യുക. പക്ഷേ ഇത് വളഞ്ഞ വഴിയിലൂടെ കുട്ടനാടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത റെജി ചെറിയാൻ എന്ന ക്രിമിനലിന് വേണ്ടി ഇങ്ങനെ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് കുട്ടനാട് നശിപ്പിച്ച ഇവർക്ക് വേണ്ടി ഈ ബിഷപ്പും കൂടെയുള്ള കുറച്ച് വൈദികരും, ഇങ്ങനെ കത്തോലിക്ക വൈദികരും ഇങ്ങനെ ശ്രമിക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ച് ഞാൻ വളഞ്ഞവലിലൂടെ വന്നതല്ല. ഞാൻ ഈ സിനിമയിൽ പറഞ്ഞ പോലെ, വെള്ളിമുങ്ങ സിനിമ പറഞ്ഞ പോലെ വളഞ്ഞ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിയിട്ട് വളഞ്ഞവലിയിൽ പൊഴിയുന്നതല്ല. ഞാൻ അടിസ്ഥാനപരമായിട്ട് പോസ്റ്റർ ഒട്ടിച്ച്, പുളുങ്കുന്നിൽ പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞ 23 വർഷമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്ന വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നാടിനെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കുട്ടനാട് എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ള കാഴ്ചപ്പാടുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കും, അതിനുവേണ്ടി കഷ്ടപ്പെടും, അതിനുവേണ്ടി എന്ത് അറ്റം വരെ പോകും, അതിന് ഞാൻ തയ്യാറാണ്. എനിക്ക് ജാതി, രാഷ്ട്രീയ, മത അന്ധതയില്ല. ആര് കത്തോലിക്ക സഭ ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, കുട്ടനാടിനെതിരെ ശബ്ദിച്ചാൽ ഞാൻ ശക്തമായിട്ടുണ്ടാവും. എനിക്കെൻ്റെ നാടാണ് വലുത്. എൻ്റെ മതമോ എൻ്റെ രാഷ്ട്രീയമോ അല്ല വലുത്. എൻ്റെ നാടാണ്. ഞാൻ പിറന്നു വേണം നാട് കുട്ടനാട്. അത് രക്ഷപ്പെടുത്തിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ.
അതിന് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ നല്ലവരായ കുട്ടനാട്ട് നിവാസികളുടെ സഹായവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.